മാസ്ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മാസ്ട്രിക്സിൽ റൂട്ട് ഉള്ള നമ്പറുകൾ കണ്ടുപിടിക്കാനായിട്ടാണ്. ഈ റൂട്ട് നമ്പറിൻ്റെ പ്രത്യേകത ചെറിയ ക്ലാസ് മാത്രമല്ല ഇത് ഉപയോഗം. നമ്മുടെ എൻട്രൻസ് പരീക്ഷകൾക്കൊക്കെ ഒരുപാട് കുട്ടികളൊന്നും ചോദിക്കാറുണ്ട്, സാർ എങ്ങനെയാണ് റൂട്ട് 7 കാണുക, റൂട്ട് 8 കാണുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ചില നമ്പറുകളുണ്ട്. അതായത് റൂട്ട് 2. നിങ്ങൾ റൂട്ട് 2 നമുക്ക് 1.414 ഇനി അങ്ങോട്ട് കിടക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇറാഷണൽ ആൾജിബ്രൈക്ക് ഇറാഷണൽ എന്ന് തന്നെ പറയുക. നമുക്ക് നമ്മുടെ എൻട്രൻസിനൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു പ്ലേസോ ചിലയിടത്തൊക്കെ ഇച്ചിരി കൂടി കുറച്ചൊക്കെ മതി. കാരണം 7 റൂട്ട് ഉണ്ട്, അതിൻ്റെ അടുത്ത ഇൻറ്റീജറൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടുത്തുള്ള വാല്യൂ റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ അറിയാവുന്ന ഒന്നാണ് റൂട്ട് 3. റൂട്ട് 3 നമുക്ക് 1.73 ആണ്, 732 എന്നോ അങ്ങനെ ഉള്ള നമ്പറുകൾ നിങ്ങൾക്ക് അറിയാം. പക്ഷെ റൂട്ട് 5 എത്ര പേർക്ക് അറിയാം? ഈ റൂട്ട് 2 റൂട്ട് 3 ഒക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നുകൊണ്ടാണ് ഓർത്ത് വെക്കുന്നത്. റൂട്ട് 5 അല്ല, റൂട്ട് 6, റൂട്ട് 7, റൂട്ട് 8. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ മാസ്ട്രിക്സിൽ ചില കാര്യങ്ങൾ പറയുന്നത്. എളുപ്പം നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ആദ്യം റൂട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എളുപ്പമാക്കാം. പക്ഷെ ഓർക്കണം, മാത്സിൻ്റെ അകത്ത് പഠിക്കുമ്പം ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ മുട്ടിക്കാനുള്ള ശ്രമമാണ്, അല്ലാതെ കായികമായിട്ടുള്ള ഒരവസ്ഥയല്ല. ബുദ്ധിയിൽ എന്തെങ്കിലും കാര്യം മുട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിലൊന്ന്, നമ്മൾ ബുക്കും പെന്നും എടുത്തിട്ട് അതിലോട്ട് എഴുതിയുള്ള ഒരു കായിക പ്രയോഗം അതിൻ്റെ അകത്തുണ്ട്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ബുദ്ധി നിങ്ങളുടെ വിഷ്വൽ പ്ലെയിൻ ബുക്കാകുമ്പം അതിലോട്ട് എഴുതാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. ഇവിടെ ഞാൻ ആദ്യം പറയുന്നത് നോക്കി, നമ്മൾ റൂട്ട് 7 എങ്ങനെ കാണാമെന്നാണ് നോക്കുന്നത്. റൂട്ട് 7 ഞങ്ങൾക്കറിയാൻ പറ്റും. റൂട്ട് 7 3ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കാണ്. അതെങ്ങനെ മനസ്സിലായി? അത് വളരെ സിമ്പിളാണ്. നോക്കി, ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ ഇവിടെ 4 < 7 < 9. ഈ 4 ഒരു പഫ് സ്ക്വയർ ആണ്, 9 ഒരു പഫ് സ്ക്വയർ ആണ്. 4 കഴിഞ്ഞാൽ പിന്നെ അടുത്ത പഫ് സ്ക്വയർ 9. അതിൻ്റെ ഇടയ്ക്കുള്ളതെല്ലാം റൂട്ട് പെർഫെക്റ്റായിട്ട് വരാത്തവ 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ 4 കഴിഞ്ഞാൽ കിടക്കുന്ന 5, 6, 7, 8 ഇത്രയും നമ്പറുകൾ എപ്പോഴും നമ്മുടെ ഈ 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന നമ്പറായിരിക്കും. നമുക്ക് ഇതെടുത്താലെല്ലാം ഇതിനിടയ്ക്കായിരിക്കും കിടക്കുക. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഒരു നമ്പർ റൂട്ട് 7 എവിടെയാണ് കിടക്കുക, അല്ലെങ്കിൽ റൂട്ട് 11 നമുക്ക് എടുക്കുക 3ൻ്റെയും 4ൻ്റെ ഇടയ്ക്കാണ്. അങ്ങനെ കുറേ നമ്പർ ഉണ്ടാവും. ഇത് നമുക്ക് ഒന്നാം ഭാഗമായിട്ട് എടുക്കണം. ഇനി 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കെന്ന് പറയുമ്പോൾ നോക്കി, 2ൻ്റെയും 3ൻ്റെയും ഏറ്റവും നടുക്കിടക്കുന്നത് 2.5 ആണ്. അപ്പോൾ ഇവിടെ ആകാം, അല്ലെങ്കിൽ ഇവിടെ ആകാം. ഈ 2.5നേക്കാൾ കൂടുതലാകാം, 2.5 കുറവാകാം. നോക്കി, ഞാൻ ഇവിടുത്തെ നമ്പറാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് 2.5 മൈനസ് h എന്ന്, ഞാൻ ചെറിയ നമ്പർ ആയതുകൊണ്ട് h എന്ന് എടുത്തു കേട്ടോ. h ആർക്ക് ഇഷ്ടമല്ലെങ്കിൽ a എന്നോ b എന്നോ x എന്നോ എടുത്തു. x എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇത് കൂടുതലാണെങ്കിൽ ഇവിടെയാണ് വരുന്നതെങ്കിൽ 2.5 പ്ലസ് x എന്ന് കൊടുക്കാം. ഇതാണ് റൂട്ട് 7ൻ്റെ പ്രത്യേകത. ഇനി ഞാൻ വരാൻ പോകുന്നത് നേരെ തിയറിയിലോട്ടാണ്. അവർക്ക് ഇതൊന്ന് കേട്ടിട്ട് കഴിയുമ്പോൾ എന്താ ചെയ്യുക, നിങ്ങളുടെ ബ്രെയിനിലെത്തും, മനസ്സിലെത്തി കഴിഞ്ഞിട്ട് ഈ മെത്തേഡ് മനസ്സിലോട്ട് ഇരിക്കാൻ മനസ്സിലായി സാറെന്ന് പറയും. അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് മാത്രമേ ഇത് പഠിക്കാവൂ. ഒരല്പം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിയിൽ മുട്ടിക്കുന്ന പണിയാണ്, അല്ലാതെ കായികമായിട്ടുള്ള ഒരവസ്ഥയല്ല ബുദ്ധിമുട്ട്. പലരും പറയാറുണ്ട്, നിങ്ങളുടെ കണക്കിൻ്റെ കോൺസെപ്റ്റ് ബുദ്ധിയിലെത്തിക്കുന്ന പണി ബുദ്ധിമുട്ടുണ്ടാവും. ഇഷ്ടമുണ്ടായാൽ മതി. എനിക്ക് നാളെ റൂട്ട് 7 ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ എൻട്രൻസ് പരീക്ഷയ്ക്ക് എനിക്ക് സ്പീഡ് കിട്ടണമെന്ന് തോന്നുന്നവർക്ക് ഇപ്പോൾ തയ്യാറാക്കാവുന്ന പണിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോവുക എന്നുള്ളതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ട്രിക്സ് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചേക്കും, ഒന്ന് കേട്ട് പോയാൽ മതി. കേട്ടിട്ട് ആ രീതി എടുത്തിട്ട് 2 കണക്ക് ചെയ്യുമ്പോൾ ഇത്ര ഉള്ളൂ നിങ്ങൾ പറയും. ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് കിട്ടും, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് കിട്ടിച്ചിരിക്കും. അതാണ് വരാൻ പോകുന്നത്. നോക്കണം, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് a+b² എടുക്കുമ്പോൾ അത് a² പ്ലസ് 2ab പ്ലസ് b² ആണ്. അപ്പോൾ ഈ h അല്ലെങ്കിൽ x വളരെ ചെറുതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം വീണ്ടും ചെറുതാവുകയുള്ളൂ, അല്ലേ? 0.2ൻ്റെ സ്ക്വയർ, 0.1ൻ്റെ സ്ക്വയർ 0.01. 0.1 സ്ക്വയർ എപ്പോഴും 0.01 വലുതാണ്.
അപ്പോൾ സ്ക്വയർ എടുത്തോ, അതായത് 0ക്കും 1നും ഇടയ്ക്കുള്ള എല്ലാ നമ്പറിൻ്റെയും സ്ക്വയർ വീണ്ടും ചെറുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് അല്ലെങ്കിൽ ബി എന്നുള്ളത് ഇങ്ങനെ നമുക്ക് ഉണ്ടോ 2.5 മൈനസ് എക്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2.5ൻ്റെ സ്ക്വയർ മൈനസ് എനിക്ക് 5x പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ് വേണ്ടത്. എവിടുന്ന് ഈ 5 വന്നത്? 5 എന്നത് ഇതിൻ്റെ ഇരട്ടിയാണ്, 2ab ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ചെറുതാണെങ്കിൽ ഇറ്റ് ഈസ് 2.5 മൈനസ് എക്സ് ഓഫ് ദ ഹോൾ സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.5ൻ്റെ സ്ക്വയർ മൈനസ് 5x എഴുതാൻ പറ്റും. ഇതിലൂടെ നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളതാണ് മാത്തമാറ്റിക്സിൻ്റെ വ്യത്യാസം. ഉണ്ടോ? നോക്കി ഈ നമ്പറും ആ നമ്പറുമായിട്ട് ഇപ്പം നിങ്ങൾക്ക് അധികം മനസ്സിലായി കാണത്തില്ലെന്ന് അർത്ഥം. എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോണം. നോക്കി നമുക്ക് വീണ്ടും റൂട്ട് 7 വരാം. റൂട്ട് 7 എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ്. നിങ്ങൾക്ക് അറിയത്തില്ല 2.5 കഴിഞ്ഞിട്ടാണോ 2.5 മുമ്പാണ്, അറിയണ്ട. എന്നാൽ ശ്രദ്ധിച്ച് കണ്ടോ, 2ൻ്റെയും 3ൻ്റെ ഇടയ്ക്കുള്ള നമ്പറിൻ്റെ ഇടയ്ക്കുള്ളത് 2.5 ആക്കി എടുക്കുക. അത് പ്ലസ് എക്സ് എന്നത് ആണ് നമ്മൾ റൂട്ട് 7 എന്ന് കരുതുന്നു. ഇത്രയും കരുതുന്നുണ്ട് കുഴപ്പമില്ല. മാത്സ് എപ്പോഴും ഇങ്ങനെ സപ്പോസ് ചെയ്യുക. ഇനി എക്സ് കണ്ടുപിടിച്ച് നിങ്ങളുടെ പണി കഴിഞ്ഞു. അതിനുള്ളൊരു എളുപ്പം കണ്ടോണം. 2.5 പ്ലസ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ 7 വരും. ഞാനിത് എളുപ്പത്തിലിട്ടാക്കും. നിങ്ങൾ മെത്തേഡ് എന്തുകൊണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടെന്ന് നിങ്ങൾ പഠിക്കണ്ട. അത് നിങ്ങളുടെ മനസ്സിലോട്ട് വെച്ചെന്ന് കണ്ടുപോയാൽ മതി. ഒന്ന് ഇങ്ങനെ കേട്ടിരുന്നാൽ മതി. ഓ ഇതാണല്ലേ എന്നൊരു ഫീൽ കിട്ടും. അതിനുശേഷം നിങ്ങൾ എളുപ്പത്തിലോട്ട് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം എനിക്ക് 2.5ൻ്റെ സ്ക്വയർ പ്ലസ് 5x ആണ് 7. ഞാൻ അപ്രോക്സിമേറ്റ്ലി ആണ് എടുത്തത്, അല്ലാതെ എക്സാക്ട്ലി അല്ല. അപ്രോക്സിമേറ്റ്ലി 7 ആണ്. നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. എന്താ 2.5ൻ്റെ സ്ക്വയർ? അത് നമ്മുടെ സ്ക്വയറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? നോക്കി 2.5ൻ്റെ സ്ക്വയർ കാണാൻ 3.5 എഴുതിയിട്ട് 6.25 എഴുതിയാൽ മതി. ഇത് അപ്പം ഇവിടെ 6.25 പ്ലസ് 5x എന്നുള്ളത് 7 അപ്രോക്സിമേറ്റ്ലി 7 ആണ്. അപ്പോൾ 5x എത്രയായിരിക്കും? 7 മൈനസ് 6.25 ആണ്. ഇത് കുറച്ച് നമുക്ക് 0.75 കിട്ടും. അപ്പോൾ 5x ആണ്. അപ്പോൾ എക്സ് എത്രയാണെന്ന് നോക്കി 0. ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പമല്ലേ? 1. ഇപ്പോൾ എക്സ് 0.15 ആണ്. എൻ്റെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് 7 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2.5ൻ്റെ കൂടെ ഈ 0.15 കൂട്ടുന്നതാണ്. സോ റൂട്ട് 7 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2.65 ആണ്. ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മെത്തേഡാണ്. ഈ മെത്തേഡ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആക്കുമൊന്നും വേണ്ട. നമ്മളെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നോക്കൂ, എക്സ് എന്ന് പറയുന്നത് നമ്മളെടുത്ത, അതായത് എക്സ് വേണം കൂട്ടിയെടുക്കാൻ അല്ലേ? 7ൻ്റെ അകത്തുനിന്ന് ഈ 2.5ൻ്റെ സ്ക്വയർ കുറച്ചിട്ട് ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്ത്. ഏതാ 2.5ൻ്റെ ഇരട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിതൊന്നും കൂടെ പറയാം. നോക്കി റൂട്ട് 7 എന്ന് പറയുന്നത് 2.5 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഈ 7ൽ നിന്ന് ഇതിൻ്റെ സ്ക്വയർ 6.25 കുറച്ചിട്ട് ഇതിൻ്റെ ഇരട്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അവിടെയാണ് നമുക്ക് ഈ 2.5 എന്നുള്ള നമ്പറിൻ്റെ എടുക്കേണ്ടത്. ഓർക്കേണ്ടത് ഈ റൂട്ട് 7 എവിടെയാണ് എന്നറിയണം. 2ൻ്റെയും 3യുടെയും ഇടയ്ക്കാണെന്ന് അറിയണം. അങ്ങനെയാണ് ഈ 2.5 കിട്ടുന്നത്. എങ്കിൽ നമുക്ക് 2.5 എന്നേക്ക് റൂട്ട് 7 എന്ന് പറയുന്നത് 2.5 പ്ലസ് എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഈ 7ൽ നിന്ന് ഇതിൻ്റെ സ്ക്വയർ കുറയ്ക്കുമ്പോഴേക്ക് 2.5ൻ്റെ സ്ക്വയർ 6.25 ആണ്. 6.25 കുറച്ചിട്ട് അതിനെ ഇതിൻ്റെ ഇരട്ടി 2ab എന്നുള്ള ടേമാണ്. അത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.75 ഡിവൈഡ് ബൈ 5 ആണ്. 0.15 ആണ്. ഇത് നിങ്ങൾ ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ റൂട്ട് 7 ഇസ് ഈക്വൽ ടു 2.65 എന്ന് കിട്ടും. നിയർലി ആണെന്ന് പറഞ്ഞാൽ എക്സാക്ട് തെറ്റാ കേട്ടോ. റൂട്ട് 7 ഒരിക്കലും എക്സാക്ട് ടാർക്ക് ഇടാൻ പറ്റില്ല. കാൽക്കുലേറ്റ് എടുത്താലും ശരി, അത് അപ്രോക്സിമേറ്റ് വാല്യൂ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ അടുത്തൊരു വാല്യൂ ആണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ നോക്കാം കണ്ടോ. അത് വെച്ചിട്ട് വേണം ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇനി റൂട്ട് 8 വേണമെങ്കിലോ, റൂട്ട് 8ഉം ഈ പറഞ്ഞതുപോലെ ബിലോങ്സ് ടു 2,3 ആണ്. 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ്.
അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്താ എടുക്കുന്നത്? തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ എക്സ് എന്ന് പറയുന്നത് ഈ 8 മൈനസ് 6.25 എടുത്തിട്ട് ഡിവൈഡ് ബൈ 5 ആണ്. ഒരു മാറ്റമില്ല. എനിക്ക് 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കുള്ള അതിന് മിഡിൽ വാല്യൂ 2.5ൻ്റെ സ്ക്വയർ ആണ് 6.5. ഇവിടെ നമ്മൾ 2.5ൻ്റെ സ്ക്വയർ, 4.5ൻ്റെ സ്ക്വയർ, 5.5ൻ്റെ സ്ക്വയർ, 6.5ൻ്റെ സ്ക്വയർ ഇങ്ങനെ സ്ക്വയറുകൾ കണ്ടുവച്ചാൽ ഏതിൽ നിന്നാണോ വേണ്ടത് അത് കുറയ്ക്കുക, 5 കൊണ്ട് ഡിവൈഡ്, അതിൻ്റെ ഇരട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ കിടന്ന നമ്പറിൻ്റെ ഇരട്ടി കൊണ്ടാണ്, ഇവിടെ 5 ആയതുകൊണ്ട് ഇരട്ടി ആയതു. 4.5 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി നമുക്കറിയാം 9 ആണ്. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്തിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്ന വർഷം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡെസിമൽ വാല്യൂ കിട്ടിയിരിക്കും. ഇപ്പം ഞാൻ അടുത്തതിലോട്ട് പോകാം. ഇത് നിങ്ങൾ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്റർ നോക്കുക എന്തുമാത്രം അപ്രോക്സിമേഷൻ ഉണ്ടെന്ന് നോക്കുക. ഇനി അതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ഒരു സ്റ്റേജും കൂടെ ഉണ്ട്, പക്ഷേ അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂയിലോട്ട് എത്തിക്കാൻ ഈ റൂട്ട് 8 ഈ 2 സംതിങ് ആണോ 3 സംതിങ് ആണെന്ന് കൺഫ്യൂഷൻ അത് ഒഴിവാക്കാൻ പറ്റും. റൂട്ട് 10 നോക്കി, ഹൗ ടു ഫൈൻഡ് റൂട്ട് 10? റൂട്ട് 10 എന്ന് പറയുന്നത് ബിലോങ്സ് ടു 3യുടെയും 4ൻ്റെയും ഇടയ്ക്കാണ് അല്ലേ? 3ൻ്റെയും 4 ഇടയ്ക്കാണ് റൂട്ട് 10. 3 എന്ന് പറയാൻ 9 ആണ്, 4 16, അതിൻ്റെ ഇടയ്ക്കാണ് റൂട്ട് 10. അപ്പോൾ നമ്മൾ വരുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ 3.5 ഉണ്ട്, അതാണ് മിഡിൽ പോയിന്റ്. അതിൻ്റെ സ്ക്വയർ നമുക്കറിയാം 12 to 25 ഇതാണ് വരിക. അപ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ച് റൂട്ട് 10 എന്ന് പറയുന്നത് ഈ 3.5 പ്ലസ് എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഈ 10ൽ നിന്ന് ഈ സ്ക്വയർ 12.25 കുറച്ചിട്ട് അതിനെ നിങ്ങൾ ഇതിൻ്റെ ഇരട്ടി, ഈ 3.5ൻ്റെ സ്ക്വയർ 7 ആണ്, ഇതിൻ്റെ ഡിവൈഡ് ചെയ്യണം. ഓർത്തേക്കണേ, 3.5ൻ്റെ ഇരട്ടിയാണ്, അല്ലാതെ 5 അല്ല. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് എനിക്ക് മൈനസ് 2.25 ഡിവൈഡ് ബൈ 7 ആണ്. ഇത് നമുക്ക് എടുത്താൽ മൈനസ് 0.372 പിന്നെ സംതിങ് ആയിട്ട് വരും. ഇത് കുറയ്ക്കണം. എവിടെ നിന്ന്? ഈ 3.5ൽ നിന്ന് കുറയ്ക്കുക. എക്സ് മൈനസ് ആയതുകൊണ്ട് റൂട്ട് 10 എന്ന് പറയുന്നത് 3.5 മൈനസ് 0.32 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 3.18 എന്ന് കിട്ടും. ഇതിനെടുത്താൽ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് നമ്പറിൻ്റെ വേണമെങ്കിലും കാണാൻ പറ്റും. അത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് റൂട്ട് 31 വേണമെന്ന് വെച്ചു. വാട്ട് ഇസ് റൂട്ട് 31? പറയേണ്ടത് ഈ റൂട്ട് 31 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ രണ്ടിനും ഇടയ്ക്കാണ്. അപ്പോൾ റൂട്ട് 31ൻ്റെ അടുത്ത് നമുക്ക് സ്ക്വയർ റൂട്ട് 36 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 6 ആണ്. അപ്പോൾ അതിൻ്റെ കുറേ 5 ആണ്. സോ ദാറ്റ് ബിലോങ്സ് ടു 5,6 ആണ്. അപ്പോൾ അതിൻ്റെ മിഡിൽ വാല്യൂ നമുക്ക് കൂട്ടിയിട്ടത് 5.5 ആണ്. 5.5ൻ്റെ സ്ക്വയർ നമുക്ക് 30.25 ആണ്. ഇത്രയും നിങ്ങൾ മനസ്സിൽ ആദ്യമേ എഴുതുക. സംശയമുള്ളവർ സ്ക്വയർ ചെയ്തതിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കണം. എങ്ങനെയാണ് 5.5ൻ്റെ സ്ക്വയർ ക്യൂക്കായിട്ട് 30.25 കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി ദഫർ റൂട്ട് 31 ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് എഴുതി വെച്ചേക്കണം. ഇത് പ്ലസ് എക്സ് ആണ്. ഈ എക്സ് കിട്ടാനുള്ള പണി എന്ത് ചെയ്താൽ മതി? എക്സ് ഈസ് ഈക്വൽ ടു 31 മൈനസ് 30.25 ഡിവൈഡ് ബൈ നമുക്ക് ഈ 5.5ൻ്റെ സ്ക്വയർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് 0.75 ഡിവൈഡ് ബൈ 11 ആണ്. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. നൗ വി ക്യാൻ ഫൈൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 0.75 ബൈ 11. ഇവിടെ നിങ്ങൾ 0.75നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 0 ഇട്ടിട്ട് 7ൻ്റെ അകത്ത് 11 കൊണ്ട് പറ്റില്ല. നിങ്ങളൊരു 0 കൊടുക്കുമ്പോഴാണ് 75 വരിക. ഇവിടെ നമുക്ക് 6 ടൈംസ് എടുക്കേണ്ടി വരും. സോ 66 എന്നാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ 9 ആണ്. 9 0 എടുത്തു കഴിഞ്ഞാൽ 8 വരും. അപ്പോൾ ഇതിന് ഉത്തരം കിട്ടുന്നത് 0.068 എന്നാണ്. ഇത് നമ്മുടെ എക്സിനെ കാണാനായിട്ട് നോക്കുമ്പോൾ 5.5 പ്ലസ് 0 എന്നാണ്. എക്സ് ആയിരുന്നു, എക്സ് പോസിറ്റീവാണ്, ഒരു സംശയം വേണ്ട. 0.68 ആണ്. ഇത് കൂട്ടുമ്പം 5.568 എന്നാണ് കിട്ടുന്നത്. ഇത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നമുക്ക് ശരിയാണോ ചെക്ക് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററിലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് നോക്കാം ഇത് ശരിയാണോ എന്ന്. നമുക്ക് റൂട്ട് 31 വേണം. 5.567 ആണ്. ഇത് കാൽക്കുലേറ്റർ കിട്ടും. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. നമ്മളെ സംബന്ധിച്ച് ഈ റൂട്ട് 31 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂട്ട് 31 ആദ്യം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യണം. അത് 5ൻ്റെയും 6ൻ്റെയും ഇടയിലാണ്. 5ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കുള്ള 0.5 എന്നുള്ള നമ്പർ 5.5 ആണ്. അന്നേരം 5.5ൻ്റെ സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 30.25 എടുത്ത് അവിടെ വെച്ചേക്കുക. ഇതൊക്കെ മനസ്സിൽ കൂട്ടാവുന്നേ ഉള്ളൂ. 5.5ൻ്റെ സ്ക്വയർ 5ഉം 6ഉം കൂടി ഗുണിച്ച് 30, അടുത്ത 30.25.
ഇനി നമ്മുടെ എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഈ 31 സ്കൈ 31ൽ നിന്ന് ഇത് കുറയ്ക്കുക, 11 ഡിവൈഡ് ചെയ്യുക, ആൻസർ എടുത്തെഴുതുക. അത് പ്രാക്ടീസ് ചെയ്തിരിക്കുക, എളുപ്പമാവും, തീർച്ചയായിട്ടും എളുപ്പമാവും. ഇതാണ് നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ പണി. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഓക്കെ.